ഹലോ ഡിയേഴ്സ്, സുഖമല്ലേ? ഞാൻ കുറേ നാളായിട്ട് വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഒരു വീഡിയോ നമുക്കിപ്പോൾ കാണാം. ഇത് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു മാർക്കറ്റാണ്. ഒരു വലിയ ഫിഷ് മാർക്കറ്റ് മാത്രമല്ല, എല്ലാം ഒരു കിട്ടുന്ന ഹോൾസെയിൽ മാർക്കറ്റ് ആണിത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഈ മാർക്കറ്റിൽ നമുക്ക് ഫിഷ്, മീറ്റ്, വെജിറ്റബിൾസ്, അല്ലറ അതായത് അടുക്കളയിലേക്ക് വേണ്ടിയിട്ടുള്ള കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒരൊറ്റ കുടക്കീഴിൽ കിട്ടുന്ന മാതിരി ആണ് സംഭവങ്ങളെല്ലാം. ഇവിടെ വെറൈറ്റീസ് ഓഫ് വെജിറ്റബിൾസ് ഉണ്ട്. ഫ്രഷ് ആയിരിക്കും എല്ലാം. അതായത് രാവിലെ തന്നെ എന്താ പറയുക, എടുത്ത് കൊണ്ടുവന്ന് വെക്കുന്ന ഒരു സംഭവമാണിത്. ഇതൊരു 4 മണി വരെയൊക്കെ ഈ മാർക്കറ്റ് ഉണ്ടാവും. ഏർലി മോർണിംഗ് തുടങ്ങുകയും ചെയ്യും. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ ഉള്ള മീനുകളുണ്ട്. പിന്നെ ഇവിടെ എന്താ പറയുന്നത്, അത്ര വലിയ നീറ്റൊന്നും വെച്ച് കഴിഞ്ഞാൽ കാണാൻ താഴെ ടൈല് ഒക്കെ ഇട്ടിട്ടില്ലാത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അവർ നീറ്റായിട്ടൊക്കെയാണ് നോക്കുന്നത്. ഇത് നെയ്മീൻ ഇപ്പോൾ നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ ഇവിടെയും കിട്ടും. പക്ഷേ വിലയും അത്ര വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഒരുപാട് തരത്തിലുള്ള മീനും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ചെമ്മീനൊന്നും നമുക്ക് ക്ലീൻ ചെയ്ത് അങ്ങനെ തരില്ല, നമ്മൾ തന്നെ കൊണ്ടുപോകണം, വീട്ടിൽ ക്ലീൻ ചെയ്യണം. ബാക്കിയുള്ള മീനൊക്കെ വലിയ മീനുകളൊക്കെ ആണെങ്കിൽ അവരത് ക്ലീൻ ചെയ്ത് നമുക്കിഷ്ടമുള്ള രീതിയിൽ മുറിച്ച് തരും. അതിപ്പോൾ നാട്ടിലും ഇപ്പോൾ നമ്മുടെ ഇവിടെ കിട്ടുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ അവിടെ തരും. അപ്പോൾ ഞങ്ങളിതേ കുറച്ച് ചെമ്മീൻ മേടിച്ച്. ഇതൊക്കെ എന്ത് സാധനം എന്ന് എനിക്കറിയില്ല, ശംഖ് പോലെയൊക്കെ ഇരിക്കുന്നു. ഇത് നമ്മുടെ എന്താ പറയണേ, മൂഷിയോ അങ്ങനെ പോലത്തെ എന്തോ മീനുകൾ. കാണാത്ത തരം ഒരുപാട് വെറൈറ്റീസ് ഓഫ് മീനുകളും ഇവിടെ ഉണ്ട് കേട്ടോ. അതേപ്പോൾ നെയ്മീൻ ഞങ്ങളിവിടെ നിന്ന് വാങ്ങിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു പീസാണ് നമ്മളെടുത്തത്. ഇനി അതവിടെ തൂക്കിയിട്ട് നമ്മളോട് വില പറഞ്ഞ് പിന്നെ അവരത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് തരും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് തരത്തിലുള്ള മീനുകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഷാർക്കൊക്കെ ഉണ്ട് എന്നതിന് പറയണേ, അങ്ങനെയുള്ള മീനുകളൊക്കെ. ഇപ്പോൾ ഞങ്ങളിരുന്നപ്പോൾ ഒരു മീൻ ചാടി നിലത്തോട്ട് വീണ്. അപ്പോൾ മോനാണത് കാണിച്ചു തന്നതേ. അപ്പോൾ ഇപ്പോൾ ഒരാൾ വരുന്നുണ്ട് അത് എടുക്കാൻ വേണ്ടി. എടുത്തു, അയാൾ കൊണ്ടുപോയി. കണ്ടോ, വലിയ മാർക്കറ്റാണ്. എനിക്ക് തോന്നുന്നു ഒരു 2-3 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്നൊരു നീളമുള്ളൊരു മാർക്കറ്റാണ്. കണ്ടോ, ആ അറ്റം മുതൽ ഈ അറ്റം വരെ എല്ലാ സാധനങ്ങളും ഉണ്ട്. എല്ലാം നമുക്ക് ഒരൊറ്റ ഇതിൽ നിന്ന് തന്നെ മേടിക്കുക എന്നുള്ളതാണ്. കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മേടിക്കാം. പിന്നെ നമുക്കൊരു വലിയ ഫംഗ്ഷനൊക്കെ നടത്തണമെങ്കിലും നമുക്ക് ഒറ്റ സ്ഥലത്ത് നിന്ന് തന്നെ എല്ലാം മേടിക്കുന്നത് കൊണ്ട് ലാഭത്തിൽ കിട്ടുകയും ചെയ്യും. പിന്നെ ഈ കാണുന്നതാണ് ചാള. അതായത് നമ്മുടെ നാട്ടിലത്തെ മത്തി എന്ന് പറയുന്ന സാധനം ഇതാണ് ഇവിടെ കിട്ടുന്നത്. അതിൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല, പക്ഷേ ഇവിടെ ചാളയെന്ന് പറഞ്ഞാൽ ഇതാണ്. ചിക്കൻ വെച്ചിട്ടുണ്ട്, ഹോൾ ചിക്കൻ. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മഞ്ഞ കളറിൽ, അതെന്താ സംഭവം എന്ന് എനിക്കറിയില്ല. മഞ്ഞൾ മുക്കിയതാണോ ഇനി അങ്ങനത്തെ കോഴിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഒരു കറുപ്പ് കളറിൽ കാണാറുണ്ട്, കറുത്ത കളറിലിരിക്കുന്നതും അങ്ങനെ. അപ്പം നമ്മളൊരു ചിക്കൻ വാങ്ങിച്ചു. പിലോപ്പി എന്നൊക്കെ പറയില്ലേ, തിലോപ്പിയ, അങ്ങനത്തെ മീനാണ് ഇപ്പോൾ കണ്ടത്. ഈ മീൻ എന്താണെന്ന് എനിക്കറിയത്തില്ല. മൂഷി അങ്ങനെയുള്ള കുറച്ച് മീനുകളൊക്കെ. ഇവിടെ കുറേ ഇങ്ങനെയുള്ള വെറൈറ്റീസ് ഓഫ് സാധനങ്ങളൊക്കെ കാണാം. പക്ഷേ അതൊന്നും നമ്മൾ മേടിക്കാറില്ല. നമുക്കതിൻ്റെ ഉപയോഗങ്ങളും കാര്യങ്ങളും നമുക്കറിയത്തില്ല. ഇപ്പം നമ്മൾ ഒരുവിധം നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മീറ്റ് വിഭവങ്ങൾ എല്ലാം മേടിച്ചു. ഫിഷ്, മീറ്റ് അങ്ങനെയുള്ളതൊക്കെ മേടിച്ചു. നമുക്കിനി ഞാൻ പോണ വഴി തന്നെ ഉണ്ടോ, ചിലതൊക്കെ ഇപ്പോഴും ചത്തിട്ടില്ല, അത് ലൈവായിട്ട് തന്നെ ഇരിക്കുന്നതാണ്. ഈ ആവോലി ഉണ്ടോ, ഇത് ആവോലി മീൻ, ബ്ലാക്ക് ആവോലി. അത് പോംഫ്രെറ്റ്, അത് നല്ലതാണ്. പച്ചക്കറികളുടെ സൈഡിലേക്ക് എത്തി. എന്താ പറയുക, ചില കടകൾ ഫുള്ളി ഡെഡിക്കേറ്റഡ് ടു എന്താ പറയുക, നിറയെ ഇലക്കറികൾ മാത്രം കിട്ടുന്ന കണ്ട. ഇത് നിറയെ ഇലകൾ മാത്രമായിരിക്കും. ചീര അങ്ങനെയുള്ള സാധനങ്ങൾ അത് മാത്രം കിട്ടുന്ന കടകളുണ്ട്. പിന്നെ ചില സ്ഥലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കുഞ്ഞി തക്കാളികളൊക്കെ ഉണ്ട്. എല്ലാം നല്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എല്ലാം നല്ല ഫ്രഷ് ആയിരിക്കും. പിന്നെ അത് നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് ചെറിയുള്ളി എല്ലാ സ്ഥലത്തും കിട്ടില്ല.
ചെറിയുള്ളി ഇപ്പം നമ്മുടെ നാട്ടിലും ഇതുപോലെ ചെറിയുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് സവാള പോലത്തെ കുഞ്ഞിതൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെയാണ് അവിടെയും കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റുകളിൽ വലിയ മാർക്കറ്റിലൊക്കെ വന്നാൽ ചെറിയുള്ളിയൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സ്വീറ്റ് പൊട്ടറ്റൊക്കെ ഞങ്ങൾ എടുത്തു. കുറച്ച് ചെറിയുള്ളിയും കുറച്ച് സവാളയും ഉള്ളിയും അങ്ങനെയുള്ള കടകൾ. അത് മാത്രം. ഇത് അമ്പഴങ്ങ, നമ്മുടെ നാട്ടിലത്തെ അമ്പഴങ്ങയില്ലേ അത്. കോണുണ്ട്. പിന്നെ ഇതെന്താണെന്ന് ചേന പോലത്തെ എന്തോ സംഭവമാണ്. ചേനയാണെന്ന് എനിക്ക് തോന്നണത്, നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ഇതും ഒരു ടൈപ്പ് ഓഫ് ചേനയാണ്. അങ്ങനെയുള്ളത് അങ്ങനെയുള്ളൊരു കടയാണിത്. ദേ കപ്പ കണ്ടു. കപ്പയൊക്കെ ഇവിടെ കിട്ടും കേട്ടോ, നന്നായിട്ട് കിട്ടും. അപ്പോൾ കപ്പയും വാങ്ങിച്ചു. മധുരക്കിഴങ്ങിൻ്റെ തന്നെ 2-3 4 വെറൈറ്റികൾ. ചെറിയ പൊട്ടറ്റോസ്, പൊട്ടറ്റോ അല്ല ടൊമാറ്റോസ്. മുളക് നമ്മൾ പച്ച കളറിലെ മുളക് അതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇവിടെ റെഡ് കളറിലെ മുളകാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ട്. കാര്യം അവർ കൂടുതൽ ഈ തായ്ലാൻഡ് അവിടെ നിന്നൊക്കെ വരുന്ന, ഇന്തോനേഷ്യ എന്നൊക്കെ വരുന്നതൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കൃഷി ചെയ്യുന്നതൊക്കെ അങ്ങനെ തന്നെ. നല്ല ഭംഗിയാണ്. ഇത് നമ്മളിപ്പോൾ ഒന്ന് വാങ്ങിച്ചില്ലെങ്കിൽ പോലും നമുക്ക് കാണാൻ തന്നെ നല്ല കണ്ണിന് നമുക്കൊരു സന്തോഷം തരുന്ന അതാ താമര ഒക്കെ വിൽക്കും ഇവിടെ. കുറേ മാങ്ങ ഉണ്ട്. ഇപ്പം മാങ്ങ സീസണാണ് ഇവിടെ. മാങ്ങ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സീസണിലോ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എപ്പോൾ പോയാലും കിട്ടും നമുക്ക്. നല്ല എന്താ പറയുക, കണ്ണി മാങ്ങ പോലത്തെ മാങ്ങകൾ കിട്ടും. നല്ല പുളിയായിരുന്നേ, ഞാൻ വാങ്ങിച്ചായിരുന്നു. കണ്ടോ, പല വെറൈറ്റീസുള്ള മാങ്ങകളുണ്ട് ഇവിടെ. പിന്നെ കൊലയായിട്ടൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കൊടുത്തു. ഞാൻ ഈ ചുമന്ന ചീരക്ക് വേണ്ടിയിട്ട് കുറേ നേരം ഞാൻ നോക്കി നടക്കുന്നുണ്ട്. പച്ച കളറിലെ ചീര കിട്ടിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ നിന്ന് ഒരു കടയിൽ അതുണ്ടായിരുന്നു. കാര്യം നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കിട്ടും കേട്ടോ. എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. കുറച്ച് നാരങ്ങയൊക്കെ എടുത്തു. പിന്നെ മല്ലിച്ചീരയൊക്കെ എടുത്തു. അത് നമ്മുടെ ഇന്നത്തെ ഒരു ഷോപ്പിംഗ്. ഇന്നത്തെ എന്നല്ല, ഞാനിപ്പോൾ കുറച്ച് ദിവസത്തേക്കേ ഉള്ളല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മിക്ക കാര്യങ്ങളും വാങ്ങിക്കുന്നുണ്ട്. മിക്കപ്പോഴും ഞങ്ങൾ പുറത്തുനിന്നാണ്. അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിലൊക്കെ ഒന്ന് കുക്ക് ചെയ്യാം എന്നുള്ള രീതിക്കാണ് നമ്മൾ വന്നിട്ട് കാര്യങ്ങളെല്ലാം വാങ്ങിച്ചത്. കണ്ടത് നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്, എന്ത് രസമാണ് കാണാനായിട്ട്. അതും നല്ല ഫ്രഷായിട്ട്. ഇത് പയർ മുളപ്പിച്ചതാണേ. അപ്പം ഞങ്ങൾ ഇത് ഈ കണ്ടത് സ്നേക്ക് ഫ്രൂട്ട് എന്നൊക്കെ പറയുന്നത്. തേങ്ങ കൂട്ടിയിട്ടേക്കുന്നുണ്ടോ, നല്ല വലിയ തേങ്ങകൾ കിട്ടും. പിന്നെ ഇപ്പം നമ്മൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ട്. എല്ലാ ഫ്രൂട്ട്സും കിട്ടും. ഏത്തപ്പഴമൊക്കെ ഇവിടെ കിട്ടും. ഏത്തപ്പഴം ഒക്കെ എല്ലാ സ്ഥലത്തും കിട്ടത്തില്ല. ഈ ഇങ്ങനെയുള്ള ഹോൾസെയിൽ മാർക്കറ്റിൽ വന്നാൽ മാത്രമേ ഏത്തപ്പഴം കിട്ടുള്ളൂ. ഏത്തപ്പഴം തന്നെ നമ്മുടെ ഒരു കൈയുടെ ഒരു സൈസ് ഉണ്ടാവും കേട്ടോ ഏത്തപ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ കയറിയതാണ്. കുറച്ച് മാങ്ങ മേടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതൊന്നും എന്താ പറയണത്, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് ഞാൻ വാങ്ങിക്കാൻ നോക്കിയപ്പോഴത്തേക്കും മിക്കതും പഴുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പഴുത്തതൊക്കെ ഇച്ചിരിയും കൂടി നന്നായിട്ട് പഴുത്തായിരുന്നു. അപ്പം ഞങ്ങൾ നന്നായിട്ട് പഴുത്ത് തന്നെ എടുത്തത്. കാര്യം മറ്റേതിനൊക്കെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ദിവസത്തേക്ക് ഇരുന്നാലേ ഇതാക്കുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. അത് ഈ മാങ്ങ കണ്ടോ, ഈ മാങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ചെനച്ച പരുവായിരിക്കും. അധികം മധുരം ഉണ്ടാവില്ല, പുളിയും ഉണ്ടാവില്ല. എന്നിട്ട് ഇത് ചെത്തിയിട്ട് ഇവിടെ ഒരു സൈസ് ക്രീം പോലത്തെ ഒരു ഇത് കിട്ടും. അതിൽ മുക്കിയിട്ടാണ് കഴിക്കണത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ മുളകൊക്കെ ഇതായി കഴിക്കില്ല. ഈ തൂക്കിയിട്ടേക്കുന്നത് എന്താണെന്ന് അറിയാമോ, ഇത് അരപ്പാണ്. നമ്മൾ തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് എടുക്കില്ല, അതേപോലത്തെ ഇവിടുത്തെ എന്തോ അരപ്പാണ്. അതിങ്ങനെ ഇവർ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതാണത്. പഴങ്ങളുടെ ഇതാണ് ഏത്തപ്പഴോട്ട. ഇവിടുത്തെ നമ്മുടെ ഏത്തപ്പഴ കൊലേനേക്കാളും വ്യത്യാസമുണ്ട് കൊല കാണാനായിട്ട്. പിന്നെ പിസാങ് എന്നാണ് ഇവിടെ ഏത്തപ്പഴത്തന്നെ പറയണത്, പിസാങ്. അപ്പം ഞങ്ങൾ ഒരു കരിക്ക ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കരിക്കൊക്കെ വാങ്ങിച്ചു. അവിടെ നിന്ന് തന്നെ അവർ കട്ട് ചെയ്ത് വെള്ളവും ഇതൊക്കെ എടുത്തിട്ട് അവരൊരു കവറിലിട്ട് ഇവിടെ ഇങ്ങനെ ആണ് കെട്ടിത്തരുന്നത്. എന്നിട്ടൊരു സ്ട്രോ ഇട്ട് തരും, സൈഡിൽ ഇങ്ങനെ കെട്ടും. അപ്പോൾ നമുക്ക് കയ്യിലിങ്ങനെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് തൂക്കി പിടിച്ചിട്ട് പോകാനും പറ്റും. കുറച്ചായിട്ട് കുടിക്കാം. ഇങ്ങനെ ചായയും കൊടുക്കും. കണ്ടോ ഏത്തപ്പഴത്തിൻ്റെ സൈസ് കണ്ടോ, നല്ല വലിയ സൈസാണേ. ഇതിപ്പോൾ നമുക്കിങ്ങനെ നല്ല പൈസയും ഉണ്ട് അതിന്. അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, നല്ല പൈസയും കൂടുതലാണ്. കണ്ടോ എൻ്റെ കയ്യുടെ ഇത്രയും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 2 എണ്ണമൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.